ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അംഗൻവാടിയിലും കുടുംബശ്രീ ജില്ലാ മിഷനിലും സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം കുടുംബശ്രീ ജില്ലാ മിഷനിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. കുടുംബശ്രീ വിവിധ ജില്ലാ മിഷനുകളിൽ NRLM അക്കൗണ്ടന്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 3 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. കോഴിക്കോട്, വയനാട്, പാലക്കാട് ജില്ലകളിലാണ് ഒഴിവ് വന്നിരിക്കുന്നത്. കരാർ നിയമനമാണ്. കരാറിൽ ഏർപ്പെടുന്ന ദിവസം മുതൽ 31/3/2025 വരെയാണ് നിയമനം ഉണ്ടായിരിക്കുക. അതിനുശേഷം പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ കരാർ ദീർഘിപ്പിക്കുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് BCOM-ഉം DCA-യും ടാലിയും ഉണ്ടായിരിക്കണം. പ്രായപരിധി 30/6/2024 40 വയസ്സിൽ കൂടാൻ പാടില്ല. പ്രവൃത്തി പരിചയം ചോദിക്കുന്നുണ്ട്. സർക്കാർ, അർദ്ധ സർക്കാർ വകുപ്പുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ അംഗീകൃത സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റ് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പ്രോജക്റ്റുകൾ, കുടുംബശ്രീ എന്നിവയിൽ ഏതിലെങ്കിലും അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രതിമാസ വേതനം 30,000 രൂപയാണ് ലഭിക്കുക. ജോലിയുടെ സ്വഭാവം കുടുംബശ്രീ മുഖാന്തരം നടപ്പിലാക്കുന്ന കേന്ദ്ര സംസ്ഥാന ആവിഷ്കൃത പദ്ധതിയായ NRLM പദ്ധതിയുടെ ഭാഗമായുള്ള സംസ്ഥാന ജില്ലാ തലത്തിലുള്ള വരവ് ചെലവ് കണക്കുകൾ കൈകാര്യം ചെയ്യുകയാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ 500 രൂപ പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടതാണ്. നിയമന രീതി വരുന്നത് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും ബയോഡേറ്റകൾ വിശദമായി പരിശോധിച്ച് സ്ക്രീനിംഗ് നടത്തി യോഗ്യരായവരെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ടത് www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 16/8/2024 വൈകുന്നേരം 5 മണി വരെയാണ്. അപേക്ഷകൾ കുടുംബശ്രീ ജില്ലാ മിഷനുകളിലോ സംസ്ഥാന മിഷനിലോ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. ഓൺലൈൻ അല്ലാതെ ലഭിക്കുന്ന അപേക്ഷകളും യഥാസമയം ലഭിക്കാത്ത അപേക്ഷകളും അംഗീകരിച്ച യോഗ്യതകളില്ലാത്തതുമായ അപേക്ഷകളും പരിഗണിക്കുന്നതല്ല. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി പ്രസിദ്ധീകരിച്ച തീയതി മുതൽ 1 വർഷമായിരിക്കും. ഒഴിവുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടായേക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ അങ്കണവാടിയിൽ ഹെൽപ്പർ തസ്തികയിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. ഭരണിക്കാവ് ICDS പ്രോജക്റ്റ് പരിധിയിലുള്ള നൂറനാട് പഞ്ചായത്തിൽ അങ്കണവാടി ഹെൽപ്പർ തസ്തികയിലേക്ക് നിലവിലുള്ള NC ഒഴിവിലേക്കാണ് നൂറനാട് പഞ്ചായത്തിൽ സ്ഥിര താമസമുള്ള പിന്നാക്ക സമുദായത്തിൽപ്പെട്ട യോഗ്യതയുള്ള വനിതകൾക്ക് വേക്കൻസി വന്നിട്ടുള്ളത്. അപേക്ഷകർ 18-നും 46-നും ഇടയിൽ പ്രായമുള്ളവരും 10ാം ക്ലാസ് പാസ്സാകാത്തവരും എഴുത്തും വായനയും അറിയുന്നവരുമായിരിക്കണം. അപേക്ഷയും യോഗ്യത, ജാതി, പ്രായം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകളും വിധവ ആണെങ്കിൽ വിധവ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പും സഹിതം ഭരണിക്കാവ് ICDS ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 17 വരെയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ ഭരണിക്കാവ് ICDS പ്രോജക്റ്റ് പരിധിയിലുള്ള താമരക്കുളം പഞ്ചായത്തിൽ അങ്കണവാടി ഹെൽപ്പർ തസ്തികയിൽ NC ഒഴിവിലേക്ക് താമരക്കുളം പഞ്ചായത്തിൽ സ്ഥിര താമസമുള്ള ലാറ്റിൻ കാത്തലിക് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിലെ യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകർ 18-നും 46-നും ഇടയിൽ പ്രായമുള്ളവരും 10ാം ക്ലാസ് പാസ്സാകാത്തവരും എഴുത്തും വായനയും അറിയുന്നവരുമായിരിക്കണം. അപേക്ഷയും യോഗ്യത, ജാതി, പ്രായം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകളും വിധവയാണെങ്കിൽ വിധവ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പും സഹിതം ഭരണിക്കാവ് ICDS ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 17 വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ മങ്കട ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മണിക്കൂർ വേതനാടിസ്ഥാനത്തിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സുകളിലെ വിവിധ വിഷയങ്ങൾ പഠിപ്പിക്കുവാൻ അധ്യാപകരെ ആവശ്യമുണ്ട്. അംഗീകൃത ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രിയോ ത്രിവത്സര ഡിപ്ലോമയോ കൂടാതെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇംഗ്ലീഷ് വിഷയത്തിലും അധ്യാപകൻ്റെ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ foodcraft.pmn@gmail.com എന്ന ഇമെയിൽ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ HMCയുടെ കീഴിൽ കരാർ നിയമനാടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നതിന് ആഗസ്റ്റ് 13-ന് രാവിലെ 11 മണിക്ക് ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2 പോസ്റ്റിലേക്ക് PSC നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ യോഗ്യതാ സർട്ടിഫിക്കറ്റും പ്രവൃത്തി പരിചയവും ഉണ്ടെങ്കിൽ അതും തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റ് സഹിതം
13-ന് രാവിലെ 10 മണിക്ക് മെഡിക്കൽ ഓഫീസറുടെ ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.